വൈകിട്ടൊന്നും ഉണ്ടായി തന്നില്ല. 4 മണിക്ക് എനിക്ക് വിശക്കുന്നുണ്ട്. കോളിഫ്ലവറിനകത്തിനാ വെള്ളത്തിട്ടേക്കുന്നേ. കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് തരാം വേണോ? ആ, ഉണ്ടാക്കിക്കോ. ആ, അത് ഭയങ്കര ഇഷ്ടമാണ്. അതെ അതെ. ഞാനെന്നാ അത് കറി വെക്കാന്നും കൊണ്ടായിരുന്നു. ആ, കറിയൊന്നും വെക്കണ്ട, ഫ്രൈ ചെയ്താൽ മതിയോ? ആ. ഫ്രൈയും ചെയ്ത് ഉം. കട്ടൻ കാപ്പിയും തിളപ്പിച്ച് തരാം. ആ, മതിയോ? ആ. ലീല ടിപ്സ് ആൻഡ് വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് അടുക്കളയിലോട്ട് പോകാം. ഇതെന്നാ അച്ചമ്മച്ചി മഞ്ഞ കളറിൽ ഇരിക്കുന്ന കോളിഫ്ലവർ? കോളിഫ്ലവർ ഞാൻ നോക്കി പെറുക്കി അടത്തിയെടുത്ത് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ച് ഇപ്പം വെള്ളത്തിൽ നിന്ന് വാരി വെച്ചതാ. മഞ്ഞ കോളിഫ്ലവർ ആണ്. വേവിച്ചതാണോ? വേവിച്ചല്ല, തിളച്ച വെള്ളത്തിലിട്ടതാ. അപ്പൊ വേവുമല്ലേ? ചുവ വേഗല എന്നാ വെന്തു. ഇതെന്നൊക്കെ എടുത്തു വെച്ചേക്കുന്നമ്മേ? ഇത് കടലമാവുണ്ട്, 1 സ്പൂൺ അരിപ്പൊടിയുണ്ട്. ഇനി അതിന്റെ കൂടെ ഇട്ടിച്ചിരി മഞ്ഞപ്പൊടി ഇടണം, മുളക് പൊടി ഇടണം. മഞ്ഞപ്പൊടി നല്ല മഞ്ഞളുണ്ട്. മഞ്ഞപ്പൊടി ഇല്ലേലും കുഴപ്പമില്ല, ചേർത്താലും കുഴപ്പമില്ല. എരിവില്ലാത്ത മുളക് പൊടി. സ്പൂൺ മുളക് പൊടി ഇടാം. കുഴപ്പമില്ല. ഇച്ചിരി വേണേ ഇട്ടു, ഇച്ചിരി ഇരിക്കട്ടെ അവന്. നമുക്ക് വേണ്ട സാധനമാണല്ലോ. മുളക് പൊടി, ഉപ്പ്, കായപ്പൊടി. കായപ്പൊടിയോ? കായപ്പൊടിയും കൂടെ ഇടാം. കായപ്പൊടി ഇച്ചിരി ഇട്ടു. നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇച്ചിരി ഒഴിച്ചു. ഇച്ചിരി വേണം. കുഴച്ചെടുക്കുവാ. നമുക്കേ ഈ മാവിനകത്തോട്ടേ കുഴഞ്ഞിടാം. ഇളക്കൂടെ ഇളക്കടാ ഇളക്ക്. നിനക്കല്ല ഇപ്പൊ ഇതുണ്ടാക്കി തിന്നണ്ടേ, ഞാനതൊന്ന് കറി വെച്ചേക്കാന്ന് ഓർത്തായിരുന്നു. അങ്ങനെ അത് കറി വെക്കാം, ഇച്ചിരി തേങ്ങാപ്പാലൊക്കെ ചേർത്ത്. അതെ അതെ അതെ. ഇപ്പേ എണ്ണ ഒഴിച്ചേ, എണ്ണ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തിളച്ചോ നോക്കട്ടെ. തിളച്ചോന്ന് നോക്കുന്ന ടെക്നിക്കാണോ? എണ്ണ തിളച്ചെന്ന് ഒരു തുള്ളി ഇതിങ്ങോട്ട് ഇട്ട് കഴിയുമ്പോൾ അറിയാം. വെള്ളം ഒഴിക്ക ചമച്ചി അങ്ങോട്ട്. നിനക്ക് മുക്കാവോ വിരല്? മുക്കത്തില്ല, അമ്മയുടെ വെള്ളം ഒഴിച്ച് കത്തിച്ചു കാണിക്കും. അല്ല, അമ്മ പറഞ്ഞ് വിരല് മുക്കിയാന്ന് നോക്കിയാൽ മതി. ഒന്നെങ്കിൽ നീ നോക്കല്ലേ, അമ്മയോട് വിരല് മുക്കാൻ പറയണ. ആഹാ, കൈ ഇരിക്കുമല്ലോ, ഒന്ന് മുക്കി നോക്കിക്കേ ചമച്ചി. അല്ല, അമ്മയല്ലേ പറഞ്ഞ വെള്ളം മുക്കിയാൽ മതി എന്ന്. അമ്മയോട് പറ ഒന്ന് മുക്കി നോക്കാൻ. അതെ അതെ അതെ. ഞാനങ്ങനെ വെള്ളം ഒഴിച്ചു വെക്കാൻ നോക്കുന്നു. ഈടൊന്ന് പൊട്ടിത്തെറിച്ചായിരുന്നു. കുളിക്കാൻ പോയി. ഇതും കാപ്പിയും കൂടെ സെറ്റ് ആവുന്ന ഇതിലല്ലേ? വെച്ചോ. കുളിക്കുക. കാപ്പി വെക്കൽ പരിപാടിയാണോ? ഓക്കെ. എന്നാ അമ്മ കൈ പിടിച്ചോണ്ടിരിക്കുന്നേ? ഈ സാധനത്തിന്റെ പേരാണ് ചങ്ങലം പരണ്ട. ചങ്ങലം പരണ്ട എന്നാ ഇതിന്റെ പേര്. ഇതൊരു പച്ചമരുന്നാ. ചങ്ങലം പരണ്ടയോ? ഇത് വേദനകൾക്കൊക്കെ എണ്ണ കാച്ചി എടുക്കാനായിട്ട് നല്ലൊരു മരുന്ന്. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോഴേ അവിടുന്ന് പറിച്ചോണ്ട് വന്നതാ. ഇതിട്ട് എണ്ണ കാച്ചി വെക്കാനായിട്ട്, കൈവേദന കാലുവേദന ഒക്കെ വരുമ്പോഴേ തേക്കാൻ വേണ്ടി. നമ്മുടെ കോളിഫ്ലവർ ഉടക്കണം, തിളച്ച് മറിയുക. കോളിഫ്ലവറേ വറുത്തെടുത്ത് കഴിയുമ്പോഴേ കോഴി പൊരിച്ച പോലെ ഇരിക്കും. ഞാൻ നിന്നെ കളിപ്പിക്കാന്ന് ഓർത്തായിരുന്നു, പക്ഷെ ഞാൻ ചിരി വന്നില്ലേ. കോഴി വറുത്തെങ്ങാനും തന്നാലോ എന്നോർത്തായിരിക്കും. അതെ 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 അതെ. കോരാറായില്ലേ ചമ്മച്ചി? കോരാറായില്ല. ഇനി ഇത് നല്ലപോലെ ഇതുണ്ടോ, എണ്ണക്കകത്ത് ഇങ്ങനെ കിടന്ന് തിളയ്ക്കുമല്ലേ. നോക്കട്ടെന്നോ, തിരിച്ചിടാൻ ആയോ ദേശം കൂടെ. പയറ്റിയിട്ടൊത്തുന്നില്ല. മറിച്ചിട്ടല്ലോ. മറിച്ചിട്ട് കൊണ്ടേയിരിക്കുന്നു. കണ്ടോ? കൊള്ളാം. കാപ്പിയൊക്കെ റെഡിയാക്കിയില്ലോ അമ്മേ? കാപ്പി റെഡിയായി. ഇനി നമ്മുടെ ഫ്രൈയും കൂടെ റെഡിയായി, നമുക്ക് കാപ്പി കുടിക്കാം. നല്ല കറുമുറന്നായല്ലോ കോളിഫ്ലവർ. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. സോസും കൂടെ ഒഴിക്കാം.
സോസുണ്ടോ? സോസ് ഇരിപ്പുണ്ട്, ആ, രാവിലെ സോസ് സോസും കൂടി കഴിക്കാം. നമുക്ക് ഇതിനകത്തെ ഇച്ചിരി സോസും കൂടി ഒഴിക്കാം. അപ്പം നല്ല ടേസ്റ്റ് കിട്ടും. മതി. കുഞ്ഞിക്കെന്നാ കുഞ്ഞി അത് കണ്ടിട്ട് ഒരു സന്തോഷം ഇല്ലാതിരിക്കുന്നേ? ഞാൻ ഒരെണ്ണം കഴിച്ചായിരുന്നു, കൊള്ളാം. ആ ചിക്കൻ വറുത്ത് കൊടുത്തിട്ട് കുഞ്ഞിക്ക് സന്തോഷമില്ലല്ലോ. അതെ. ചിക്കനല്ലേ കുഞ്ഞി? സൂപ്പർ സാധനം. ആണോ? അപ്പൊ കറി വെക്കുന്നതിൽ സൂപ്പർ അല്ലേ? ആ കറി വെച്ചാലും നല്ലതല്ലേടാ. ഇത് തേങ്ങാപ്പാൽ ഒഴിച്ച് കറി വെച്ചാൽ നല്ലതാ, മസാലപ്പൊടി എല്ലാം ചേർത്ത്. കഴിഞ്ഞ ദിവസം നമ്മൾ വെച്ചല്ലേ ചപ്പാത്തിക്ക്, നല്ലതായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാബേജ് വെക്കുന്ന തോരനും വെക്കാം. ആ നമുക്കൊരു ദിവസം, നമ്മൾ ഇതുവരെ തോരൻ വെച്ചിട്ടില്ലല്ലോ. വരട്ടിയും വെക്കാം. ആ ഇത് നല്ലപോലെ കോളിഫ്ലവർ വറുത്ത് കോരി വെച്ചിട്ട് തക്കാളിയൊക്കെ വഴറ്റി അതിൻ്റെ ഇട്ട് നല്ല വറുത്തരച്ച് വെക്കാനും നല്ലതാ, തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചാലും നല്ലതാ. നല്ല ടേസ്റ്റ് ഉണ്ട്. ചിക്കൻ വറുത്താ തിന്നു. വിശ്വസനീയം. ബോബി എന്നാണേലും ബോബിയുടെ പല്ല് ശരിയാക്കിയിട്ടേ ഉള്ളെന്ന് തീരുമാനിച്ചു. പോയി കമ്പി ഇട്ടേക്കുന്നത് കാണണം. കമ്പി ഇടാനുള്ള ആദ്യ ഘട്ടമായിട്ട് പോയി മുത്തൊട്ടിച്ചിട്ട് വന്നു. മുത്തൊട്ടിക്കുമ്പോഴൊന്നും വേദനയില്ല, പക്ഷെ കമ്പി ഇട്ട് കഴിയുമ്പോൾ ഇച്ചിരി വേദനയൊക്കെ ഉണ്ടാകും. സഹിക്കുവോ? എന്നാണേലും ബോബി പല്ല് ശരിയാക്കിയിട്ട് ബോബിക്ക് നല്ലപോലെ ഒന്ന് ചിരിക്കാനുള്ളതാ. എങ്ങനെയുണ്ട്? ചവയ്ക്കാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ കോളിഫ്ലവർ ഫ്രൈ ഒക്കെ നല്ലതായിരുന്നു. നല്ലപോലെ ഉണ്ടാക്കി തന്ന അച്ചമ്മച്ചിക്ക് താങ്ക്സ്. പിന്നെ നല്ലതല്ലായിരുന്നോ? പിന്നെ അടിപൊളി. അപ്പം അച്ഛൻ കഴിച്ചു നോക്കിയായിരുന്നു. അപ്പം പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.